പത്തനംതിട്ടയിലെ ആറന്മുള മണ്ഡലത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കിയെ മത്സരിപ്പിച്ചേക്കുമെന്ന് സൂചന. റാന്നി സീറ്റിലും അബിൻ്റെ പേര് ചർച്ചകളിലുണ്ട്. റാന്നിയിൽ മത്സരിക്കാൻ KPCC ജനറൽ സെക്രട്ടറി പഴകുളം മധുവും താൽപ്പര്യം പ്രകടിപ്പിച്ചെന്നാണ് വിവരം. PJ കുര്യൻ മത്സരരംഗത്തേക്ക് വരണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ അഭിപ്രായപ്പെടുന്നു. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യൻ ചേരുന്നു. ഷിജോ, തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി വിവിധ സീറ്റുകളിൽ വിവിധ നേതാക്കളുടെ പേരുകൾ വളരെ സജീവമായി ചർച്ചകളിൽ ഉയർന്നു വരികയാണ്. കോൺഗ്രസിൻ്റെ യുവ നേതാവ് അബിൻ വർക്കിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 2 സീറ്റുകളിലാണ് പത്തനംതിട്ടയിൽ അദ്ദേഹത്തിൻ്റെ പേരുകൾ കോൺഗ്രസ് നേതൃത്വം പരിഗണിക്കുന്നത് എന്നാണ് വിവരം. റാന്നിയിലും ആറന്മുളയിലും. അതേസമയം തന്നെ പഴകുളം മധു റാന്നി സീറ്റിനായി രംഗത്തുണ്ട് താനും. എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ദിലീപ് കുമാർ, തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ വളരെ വേഗം തകൃതിയായിട്ട് തന്നെ മുന്നണികൾ തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു അന്തിമ ചിത്രത്തിലേക്കൊന്നും എത്തിയിട്ടില്ല എങ്കിൽ പോലും സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അങ്ങേയറ്റം സജീവമായിട്ട് മുന്നണികൾക്കിടയിലുണ്ട്. അതിൽ പത്തനംതിട്ട ജില്ലയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചുകൊണ്ട് UDFനെ സംബന്ധിച്ചുകൊണ്ട് ഇപ്പോൾ ആറന്മുള സീറ്റിലേക്ക് കേരളത്തിന് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുത്തത് പരിചയപ്പെടുത്തേണ്ട ഒരു പേരല്ല അബിൻ വർക്കിയുടേത്. അബിൻ വർക്കിയുടെ പേര് ആറന്മുള നിയോജക മണ്ഡലത്തിലേക്ക് സജീവമായിട്ട് ഉയർന്നു കേൾക്കുന്നുണ്ട്. ആറന്മുളയിൽ UDFന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അബിൻ വർക്കി വരും എന്നുള്ള തരത്തിലുള്ള ചർച്ചകളാണ് നിലവിൽ UDFനകത്ത് നടക്കുന്നത്. ആറന്മുളയിൽ അബിൻ വർക്കിയെ പരിഗണിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്ന കൂട്ടത്തിൽ തന്നെ അതോടൊപ്പം തന്നെയാണ് റാന്നിയിലേക്കും അബിന്റെ പേരിന് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. അബിന് കൂടുതൽ താല്പര്യം ആറന്മുളയിൽ മത്സരിക്കാനാണ് എന്നുള്ള ചില വിവരങ്ങൾ നമുക്ക് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് കൃത്യമായിട്ട് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നതല്ല. നിലവിൽ എന്തായാലും ആറന്മുളയിലും റാന്നിയിലേക്കും അബിൻ വർക്കിയുടെ പേര് സജീവമായിട്ട് ഉയർന്നു കേൾക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ കേരളത്തിൽ സുപരിചിതനായിട്ടുള്ള ഒരു യൂത്ത് കോൺഗ്രസ് നേതാവാണ് അബിൻ വർക്കി. ആറന്മുളയിലോ റാന്നിയിലോ അബിൻ വർക്കി മത്സരിക്കും. റാന്നിയിലേക്ക് KPCC ജനറൽ സെക്രട്ടറിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിട്ടുള്ള പഴകുളം മധുവും താല്പര്യം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ റാന്നിയിൽ ഈ പറയുന്ന പഴകുളം മധു മത്സരിക്കാൻ തീരുമാനിക്കുകയും അല്ലെങ്കിൽ പഴകുളം മധുവിനെ അവിടെ അംഗീകരിക്കുകയും ചെയ്താൽ ഒരുപക്ഷെ ആറന്മുളയിലായിരിക്കും അബിൻ വർക്കി മത്സരിക്കുക. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് കോന്നിയിലാണ്. കോന്നിയിൽ നിലവിൽ അവിടെ കുറേ കാലമായിട്ട് പ്രവർത്തിക്കുന്ന DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പലിന്റെ പേരിനാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. പക്ഷേ കഴിഞ്ഞ കാലം കുറേയായിട്ട് കോന്നിയിലേക്ക് അടൂർ പ്രകാശ് MP മത്സരിക്കാൻ വരുമെന്നുള്ള തരത്തിലുള്ള പ്രചരണങ്ങൾ കഴിഞ്ഞ ഓരോ തെരഞ്ഞെടുപ്പുകളിലും ഉയർന്നു കേൾക്കുന്നതാണ്. ഇത്തവണയും MP-ക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാം എന്നുള്ള ഒരു കാര്യം അല്ലെങ്കിൽ അത്തരം ഒരു ഇളവ് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അടൂർ പ്രകാശ് ആയിരിക്കും കോന്നിയിൽ UDFന്റെ സ്ഥാനാർത്ഥിയാവുക. അങ്ങനെയല്ല എങ്കിൽ DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ തന്നെ കോന്നിയിൽ നിന്ന് UDFന്റെ ജനപ്രതിനിധിയായിട്ട് ജനവിധി തേടാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ കാണുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് തിരുവല്ലയിലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിലെ നിയമസഭാ സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ആരൊക്കെയായിരിക്കും? പറഞ്ഞു കേൾക്കുന്ന പേരുകൾ, സജീവ പരിഗണനയിലുള്ള പേരുകൾ അബിൻ വർക്കിയുടേതുൾപ്പെടെ നിരവധി പേരുകളാണ് പത്തനംതിട്ട ജില്ലയിലെ വിവിധ നിയമസഭാ സീറ്റുകളിലേക്ക് പറഞ്ഞു കേൾക്കുന്നത്. വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്നും ഷിജോ കുര്യൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.